ചേലക്കരയ്ക്ക് പുത്തൻ പുതിയ ഷോപ്പിംഗ് അനുഭവം കാഴ്ചവെച്ച് ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ് ചേലക്കര മേപ്പാടത്ത് പ്രവർത്തനം ആരംഭിക്കുന്നു. മാർച്ച് 2-ാം തീയതി രാവിലെ 11 മണിക്ക് MLA യുവ പ്രദീപ് ഉദ്ഘാടനം നിർവഹിക്കും. ഷോപ്പ് മോർ സേവ് മോർ ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ് ചേലക്കര. ഉദ്ഘാടന മഹാമഹത്തിലേക്ക് ഏവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. കേരള ചരിത്രത്തിൽ ആദ്യമായി കെട്ടിട നികുതി അടയ്ക്കുന്ന ഭാഗ്യശാലിക്ക് വെള്ളി നാണയം സമ്മാനമായി നൽകുകയാണ് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് തലശ്ശേരി 11-13 വാർഡുകൾ. കേരള ചരിത്രത്തിൽ ആദ്യമായി കെട്ടിട നികുതി അടയ്ക്കുന്ന ഭാഗ്യശാലിക്ക് വെള്ളി നാണയം സമ്മാനം. ഗ്രാമപഞ്ചായത്ത് കെട്ടിട നികുതി പിരിവ് ഊർജിതമാക്കുന്നതിന് വ്യത്യസ്ത ആശയവുമായാണ് ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ തലശ്ശേരി 11-13 വാർഡുകൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. വാർഡുകളിലെ കെട്ടിട നികുതി പിരിവ് 100% പൂർത്തിയാക്കുന്നതിന് വ്യത്യസ്ത ആശയവുമായി വാർഡ് മെമ്പർമാരായ ഇബ്രാഹിം, നസീറ സുധീർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശനിയാഴ്ച രാവിലെ മുതൽ ഈ സമ്മാന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ തലശ്ശേരി 11-13 വാർഡുകളിലെ നികുതി കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരള ചരിത്രത്തിൽ ഇന്നോളം ഇല്ലാത്ത വ്യത്യസ്ത ഒരു ആശയമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഇന്ന് ഈ നികുതി കളക്ഷൻ ക്യാമ്പിൽ നികുതി അടക്കുന്നതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യവാന് വെള്ളി നാണയം സമ്മാനമായി നൽകുകയാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ ഒരു ആശയം നമ്മൾ പങ്കുവെക്കുന്നത്? ഒന്ന്, ഈ നികുതി അടക്കുന്നതിന്റെ ഒരു പ്രാധാന്യം ജനങ്ങൾക്ക് പകർന്നു നൽകുന്നതിനും വാർഡിലെ ഊർജിത നികുതി പിരിവ് 100% പൂർത്തിയാക്കുന്നതിനും നികുതി അടച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അത് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ഒരു ആശയവുമായി ഇന്ന് തലശ്ശേരിയിൽ ഇത്തരത്തിലൊരു നികുതി കളക്ഷൻ ക്യാമ്പ് നടന്നു. നിരവധി ആളുകൾ നികുതി അടയ്ക്കാനായി ഇവിടെ എത്തിയിരുന്നു. ഉച്ചയ്ക്ക് 2 മണിവരെ തലശ്ശേരി സെന്ററിൽ നടക്കുന്ന നികുതി കളക്ഷൻ ക്യാമ്പിൽ കെട്ടിട നികുതി അടയ്ക്കുന്നതിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് വെള്ളി നാണയം സമ്മാനം നൽകും. കേരള ചരിത്രത്തിൽ ഇന്നോളമില്ലാത്ത വ്യത്യസ്തമായ നികുതി പിരിവിന് തുടക്കം കുറിക്കുകയാണ് ഈ വാർഡുകളിൽ. കെട്ടിട നികുതിയുടെ പ്രാധാന്യം ജനങ്ങൾക്ക് പകർന്നു നൽകുന്നതിനും വാർഡിലെ നികുതി പിരിവ് 100% പൂർത്തിയാക്കുക എന്നതുമാണ് ഇതിലൂടെ ലക്ഷ്യം കാണുന്നത്. നികുതി അടയ്ക്കാതെ വന്നാൽ പിഴ ചുമത്തുന്നതിന് നടപടിക്രമങ്ങൾ ഒഴിവാക്കുന്നതിനാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു ആശയം പങ്കുവച്ചതെന്ന് വാർഡ് മെമ്പർ ഇബ്രാഹിം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് CCV.